വീണ്ടും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹനിർഭരമായ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ലോകം ഒരു പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിൽ പ്രധാനമായി 2 യുദ്ധങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം, രണ്ടാമത്തേത് ഇസ്രയേൽ ഇറാൻ അമേരിക്ക ആൻഡ് സഖ്യരാജ്യങ്ങൾ ഇവർ ചേർന്ന യുദ്ധങ്ങളാണിപ്പോൾ നടക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇന്ത്യക്കാരായ നമ്മളെ, മലയാളികളായ നമ്മളെ പരിഭ്രാന്തരാക്കുന്ന അല്ലെ ചിന്തിപ്പിക്കുന്ന യുദ്ധമാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധം. ഈ യുദ്ധം ഇന്നുവരെ നീളും, എത്ര നാൾ നീളും, എങ്ങനെയാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്നൊക്കെ നാം ആകാംക്ഷാഭരിതരായി ചിന്താകുലരായിരിക്കുന്ന സമയമാണ്. ദൈവവചനം ഈ വിഷയങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള ഒരു ദൈവവചന പഠനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇസ്രയേൽ ഇറാനെയാണ് കയറി ആക്രമിച്ചത്. അതിൻ്റെ കാരണം 2023 ഒക്ടോബർ 7 ഇറാൻ്റെ അനുവാദത്തോടുകൂടി പ്രോക്ഷികളാകുന്ന ഹമാസ്, ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിക്കാൻ അവരുടെ രാജ്യത്തേക്ക് കയറി ആക്രമിച്ചത് കൊണ്ടാണ്. ഇനിയും ഈ നില തുടർന്നാൽ അവരുടെ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്നും അതുമാത്രമല്ല ഇറാൻ ന്യൂക്ലിയർ ബോംബിൻ്റെ വക്കത്തെത്തി നിൽക്കുന്നു എന്ന് വ്യക്തമായും CIA-ക്കും മൊസാദിനും മെസ്സേജ് കിട്ടിയതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്നും അവർക്കൊഴിയാൻ പറ്റാത്ത വിധം അവരാഞ്ഞടിക്കുകയായിരുന്നു. വീണ്ടും യുദ്ധം തുടങ്ങുമെന്നുള്ള ഇൻഫർമേഷനാണ് വാർത്താ മാധ്യമങ്ങളിൽ കൂടി ലഭിക്കുന്നത്. 83-ാം സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങളിൽ, വരുവിൻ നാം ഒരുമിച്ച് കൂടി ഇസ്രയേൽ ഒരു ജാതിയല്ലാതെ വണ്ണം അവരെ മുടിച്ചു കളയുക, നശിപ്പിച്ചു കളയുക എന്ന് ഒരു 10 ജാതീയ രാജ്യങ്ങൾ കൂടി തീരുമാനമെടുക്കുന്നതായിട്ട് 83-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു. ഏകദേശം 2800-3000 വർഷങ്ങളോളം അടുത്ത് നടന്ന ഒരു പ്രവചനീയ സംഗീതമാണ് ആസാഫിൻ്റെ ആ സങ്കീർത്തനം. അതിൻ്റെ പലവിധമായ പദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1948 മെയ് മാസം 14 ഇസ്രയേൽ രാഷ്ട്രമായ ശേഷം എത്ര യുദ്ധങ്ങൾ നടന്നെന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അങ്ങനെ 1948-ലും അതിനുശേഷം ഇങ്ങോട്ട് അനേക യുദ്ധങ്ങൾ നടന്നു. അതിലെ ഒരു യുദ്ധത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുവാനിടയായി, ദി 6 Days വാർ, ക്യൂൻ ഓഫ് ദി ബാറ്റിൽ. ഇതിൻ്റെ 4 കാരണങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നു. ഒന്ന്, ഭൂമിശാസ്ത്രപരമായി പലസ്തീൻ്റെ രാജ്യമാണ് ഈ ഇസ്രയേൽ ദ്ദേശമെന്ന് അവർ വാദിക്കുന്നു, ചിന്തിക്കുന്നു. അതിനവർ പറയുന്ന തെളിവുകൾ ശരിയല്ലെന്നും ഈ പലസ്തീൻ പീപ്പിൾ കപ്തേരിൽ നിന്ന് വന്നവരാണെന്നും ക്രീറ്റ് ദ്വീപിൽ നിന്ന് വന്നവരാണെന്നും അതിൻ്റെ വാക്യങ്ങൾ സവിധം കഴിഞ്ഞ എപ്പിസോഡുകൾ ഞങ്ങൾ വിവരിച്ചിരുന്നു. രണ്ടാമത്തേത്, ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്ന ഒരു മുസ്ലിം പള്ളിയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അത് ഒക്ടോമൻ തുർക്കിമാരുടെ എംപയേഴ്സിൻ്റെ കാലത്ത് ഉസ്മാൻ എന്ന് പറയുന്ന രാജാവ് പണിതതാണെന്നും നമ്മൾ 2-ാമത്തെയോ 3-ാമത്തെയോ എപ്പിസോഡിൽ ചിന്തിച്ചു. അവിടെ ശലോമോൻ്റെ ദേവാലയം, അതിനുശേഷം സെരുബാബേലിൻ്റെ ദേവാലയം, പിന്നെ ഹെരോദാവ് രാജാവ്, റോമൻ രാജാവായ ഹെരോദാവ് രാജാവ് 46 വർഷം കൊണ്ട് പണിത യെരുശലേം ദേവാലയം, ഇതെല്ലാം നിന്നതാണെന്നും ആ സ്ഥലത്താണ് ഈ ഡോം ഓഫ് റോക്ക് പണിതതെന്നും അവിടെ യെരുശലേം ദേവാലയം വീണ്ടും പണിയണമെന്ന് തിരുവചനത്തിൽ പറയുന്നു, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ, സത്യവേദപുസ്തകത്തിൽ പറയുന്നു എന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, ചിന്തിച്ചു. സംശയമുള്ളവർ ഇതിൻ്റെ പുറകിലോട്ടുള്ള 1, 2, 3, 4, 5 എപ്പിസോഡുകൾ കേൾക്കുക. ഇനി 3-ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, മതപരമായി ഇവിടെ പറയുന്ന 10 ജാതികൾ അവരിന്ന് പല രാജ്യങ്ങളിലായിട്ട് ചിതറിപ്പോയിട്ടുണ്ട്. മെയിനായിട്ടും ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലാണ് ചിതറിക്കിടക്കുന്നത്. അപ്പോൾ അവിടെ മതപരമായി പഠിപ്പിക്കുന്നത് അബ്രഹാമിൻ്റെ സന്തതികൾ നമ്മുടെ ബദ്ധശത്രുക്കളാണെന്നും അവരെ ഒരാളെ കൊന്നാൽ സ്വർഗത്തിൽ ഒത്തിരി പദവികൾ കിട്ടുമെന്നുമുള്ള ഒരു പഠിപ്പീര് ഇവർക്കുണ്ട്. ചെറുപ്പത്തിലേ ഇവരെ അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവരിൽ പല ചെറുപ്പക്കാരും അതിനുവേണ്ടി, മോക്ഷം കിട്ടാൻ വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ച് അവർ പ്രവർത്തിക്കുകയാണ്. 4-ാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നത്, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു കൊടുക്കുന്ന ഭൂമി ഇന്നുവരെയും ഇസ്രയേലിന് ലഭിച്ചിട്ടില്ല. ഈജിപ്തിൽ കൂടി ഒഴുകുന്ന നൈൽ നദി മുതൽ
ഇറാൻ ഇറാഖിൽ കൂടി ഒഴുകുന്ന യൂപ്പർട്ടീസ് നദി വരെയാണ് അതിൻ്റെ അതിര് പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിലുള്ള സിനായ് പെനിൻസുല, ജോർദാന്, ലെബനാന്, സിറിയ, സൗദി അറേബ്യ, കുവൈറ്റ്, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം, ഇറാഖ് എല്ലാം ഉൾപ്പെട്ട ഒരു പ്രദേശമായത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ ദേശം ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്നാൽ ദൈവവചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം പോലും 83-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ആ ഇത്രയും ഭാഗം ഇസ്രയേൽ പിടിച്ചെടുക്കും, ഇസ്രയേലിൻ്റെ കിട്ടും ഒരു കാലത്ത്. അതെന്നുള്ളത് വ്യക്തമായും ചില ധാരണകൾ ദൈവവചനത്തിലുണ്ട്. ആ കാലത്ത് പ്രത്യേകിച്ച് ഒരു മില്ലേനിയം, 1000 വർഷ ഭരണം ഇവിടെ പറയുന്നുണ്ട്. ഇസ്രയേലിന് 1000 വർഷത്തെ ഭരണം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്രയേലിനും പുതിയ നിയമസഭയ്ക്കും. ആ ഭരണകാലത്ത് ഈ പ്രദേശമെല്ലാം ദൈവത്തിൻ്റെ മില്ലേനിയം അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ 1000 ആണ്ട് വാഴ്ചയിൽ ആ പ്രദേശത്തായിരിക്കും യേശുക്രിസ്തു രാജാവായിട്ടുള്ള ഭരണം എന്നുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള ഇസ്രയേലും ലോകാന്ത്യ സംഭവങ്ങളും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡൺ, അല്ലെങ്കിൽ തെലുങ്കിൽ സമാപ്തമൈനതി എന്നീ പറയുന്ന പ്രോഗ്രാമുകളിലെല്ലാം 1000 ആണ്ട് വാഴ്ചയും, 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, വരുവാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം എപ്പോഴാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. ഇസ്രയേലിനെ ദൈവം പല പ്രാവശ്യം ചിതറിക്കുന്നുണ്ട്. അതെല്ലാ സബ്ജക്റ്റ് ഇവിടെ എടുത്ത് പറയുമ്പോൾ എൻ്റെ കേൾവിക്കാർക്ക് ചിലപ്പോൾ ബോറിംഗ് ആകും. അല്ലെങ്കിൽ ആരെങ്കിലും ഇനി അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. പ്രധാനമായിട്ടും ഇസ്രയേലിനെ പല പ്രാവശ്യം ദൈവം ചിതറിക്കുന്നുണ്ട്. അതിലൊന്നാമത് മെയിനായിട്ട് അബ്രഹാമിൻ്റെ മക്കളെ 400 വർഷം അടിമകളായിട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട് അവർ ജാതികൾക്ക്. ആ 400 വർഷം അവർ മിസ്രൈമിൽ ഇരുന്നില്ല. അവർ 215 വർഷമേ മിസ്രൈമിൽ ഇരുന്നുള്ളൂ. എന്നാൽ അബ്രഹാമിൻ്റെ മക്കൾ 400 വർഷവും ജാതികൾക്ക് അടിമയായിട്ട് ഇരുന്നു എന്നുള്ള ഒരു മർമ്മം അതിനകത്തുണ്ട്. ഞാൻ അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പം വളരെ വരം ലഭിച്ച ആത്മീയ മക്കൾക്ക്, ദൈവമക്കൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 3 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ 6 പ്രാവശ്യമായിട്ട് 111 വർഷം ഇസ്രയേൽ പല ചുറ്റുമുള്ള ജാതികൾക്ക് അടിമകളായിട്ട്, പ്രത്യേകിച്ച് ഫെലിസ്തീർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ അടിമകളായിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനമായും ഇവരെ ചിത്രിപ്പിച്ചത് BC 606 അടുത്ത കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഇവരെ ബാബിലോണിലേക്കാണ് വിടുന്നത്. 70 വർഷത്തേക്കാണ് ഇവരെ വിടുന്നത്. ഈ ഭാഗങ്ങളെല്ലാം ലേവ്യ പുസ്തകം 26:33 പറയുന്നു, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാളൂരും, ദേശം ശബത്താചരിക്കും. ഇങ്ങനെയുള്ള പ്രവചനങ്ങളിലെ ഒരു സിംഗിൾ വേർഡാണ് ഇതെവിടെ എപ്പോഴത്തെ ചിതറിയിലാണെന്ന് നമുക്ക് മനസ്സിലാകുക. ഇവിടെ ദേശം ശബത്ത് ആചരിക്കുമെന്ന് പറയുന്നത് ബാബേൽ പ്രവാസകാലത്തേക്ക് വിട്ടതാണ്. ലേവ്യ 25:3, അതുപോലെ തന്നെ 2 ദിനവൃത്താന്തം 36:21, യിരെമ്യാവ് 25:12, യിരെമ്യാവ് 29:10, ദാനിയേൽ 9:2. ഈ ഭാഗങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും 70 വർഷത്തേക്ക് ബാബിലോണിലേക്ക് പോയി അവരെ ചിതറിച്ചു. പക്ഷേ ആ 70 വർഷം കഴിഞ്ഞപ്പോൾ അവർ മടങ്ങി വന്നു. ദേശത്തിന് ശബത്ത് കണ്ടു. 2, ഇവരെ ഇസ്രയേൽ ജാതി മുഴുവൻ മോസ്റ്റ്ലി യഹൂദയിൽ ഭരിച്ച 20 രാജാക്കന്മാർ എന്ന് വെച്ചാൽ ശലോമോന് ശേഷം ഭരിച്ച 20 രാജാക്കന്മാർ, അതിലെ 8 രാജാക്കന്മാർ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും പാപത്തിൽ കൂടി സഞ്ചരിച്ചു. പ്രത്യേകിച്ച് ഇസ്രയേൽ മക്കളുടെ ഇടയിലേക്ക് വിഗ്രഹാരാധനയും മിശ്രൈമ ദേവന്മാരുടെ ആരാധനയും എല്ലാം ഇവർ കൊണ്ടുവന്നു. ഇവൻ ശലോമോൻ പോലും ഒരു മിശ്രൈമ പെൺകുട്ടിയെ, രാജകുമാരിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അവരുടെ ഇടയിലേക്ക് മിശ്രൈമ ദേവന്മാരുടെ ആരാധന ശലോമൻ്റെ കാലത്ത് പോലും വന്നു. ആവർത്തന പുസ്തകം 28:32 വരുമ്പോൾ നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളായിരിക്കും. ആവർത്തന പുസ്തകത്തിൽ 2 പ്രാവശ്യം ഇത് പറയുന്നുണ്ട് ചിതറിനെ പറ്റി.
അതിൽ പറയുന്നത് 28:32 നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളായിരിക്കും. അവിടെ ജാതിക്കെന്ന് പ്രത്യേകം പറയുന്നത്, ജാതികളെന്നല്ല. അപ്പോൾ അത് ബാബേൽ പ്രവാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ബാബേൽ പ്രവാസം 70 വർഷം നടന്നാണ് പറയുന്നത്. എന്നാൽ ആവർത്തന പുസ്തകം 28:68 അടിമകളാക്കി വിൽക്കുവാൻ നിർത്തും, ആരും നിങ്ങളെ വാങ്ങുകയില്ല എന്നുള്ളൊരു ഭാഗം നമുക്ക് കാണാം. അത് ആക്ച്വലി നടക്കുന്നത് AD 70 ചിതറില്ല. യേശുക്രിസ്തു വന്നതിന് ശേഷം AD 70 ഇവർ ചിതറിക്കപ്പെടുന്നുണ്ട്. ആ കാലത്തെ ചിതറിനെ പിന്നീട് പറയുന്നത് അന്നിവരെ അടിമകളാക്കി ഈജിപ്തിലെ അലക്സാന്ദ്രിയയിലെ ചന്തയിൽ ഇവരെ വിൽക്കുവാൻ നിർത്തി, ആരും ഇവരെ വാങ്ങിച്ചില്ല. ഇനിയും ഇങ്ങനെ ചിതറിക്കപ്പെട്ടവരെ കുറിച്ച് എസെക്കിയേൽ 36:24 പറയുന്നു, നിങ്ങളെ സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഇതെപ്പോഴാണ് വരുത്തിയത്? ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. യെശയ്യാവ് 11:11 നിങ്ങളെ കൂട്ടിച്ചേർപ്പാൻ ഞാൻ 2ാം പ്രാവശ്യം കൈനീട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1ാം പ്രാവശ്യത്തെ ഒരു കൈനീട്ടം ഉണ്ടാകണമല്ലോ. അതെന്നാണ് നടന്നത്? അത് നടന്നത് എസെക്കിയേൽ 20:34 ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ചൊരിയുന്ന ക്രോധം കൊണ്ടും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും പുറപ്പെടുവിക്കുകയും നിങ്ങൾ ചിതറിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് ബഹുവചനമാണ്. അതേസമയം നമ്മൾ ആവർത്തന പുസ്തകം 28:32 വായിച്ചത് അന്യജാതിക്കെന്നുള്ള ഏകവചനമാണ്. അതവർ ബാബേലിലേക്ക് പോയതാണ്. എന്നാൽ ഇവിടെ പറയുന്നതും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും ബഹുവചനമാണ്. കാരണം ഇവർ ഏകദേശം 150-ലധികം രാജ്യങ്ങളിലേക്കാണ് ചിതറിപ്പോയത് AD 70. അപ്പോൾ ഇവർ ചിതറിപ്പോയതിൽ 2 പ്രാവശ്യം ദൈവം ഇവരെ തിരിച്ച് കൈനീട്ടി വിളിക്കുകയാണ്. അതിൽ 1ാമത്തെ കൈനീട്ടായിരുന്നു 1948 നടന്ന 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്രയേൽ രാഷ്ട്രമായി വരുമ്പോൾ 1948 മെയ് 14 ശേഷം ഇങ്ങോട്ട് നടന്ന ഇവരുടെ മടങ്ങിവരവ്. 180 രാജ്യങ്ങൾ ഇവർ ചിതറിക്കപ്പെട്ടു. ആ ദേശങ്ങളിൽ നിന്നെല്ലാം 1ാം പ്രാവശ്യം കൈനീട്ടി വിളിക്കുകയാണ്. യെശയ്യാവ് 11:11 പറയുന്നുണ്ട്, നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഞാൻ 2ാം പ്രാവശ്യം കൈനീട്ടും എന്ന് അവിടെ വ്യക്തമായും പറയുന്നുണ്ട്. ഇവിടെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നുള്ളത്? അശൂരിൽ നിന്നും, മിസ്രൈമിൽ നിന്നും, പത്രോസിൽ നിന്നും, കൂശിൽ നിന്നും, ഏലാമിൽ നിന്നും, ഷീനാറിൽ നിന്നും, ഹാമാത്തിൽ നിന്നും. അതിൻ്റെ പഴയ ഭൂമിശാസ്ത്രപരമായ ചരിത്രം വെച്ച് ഞാൻ പഠിക്കുമ്പോൾ കുവൈറ്റ്, തുർക്കി, ഇറാഖ് ഈ പ്രദേശങ്ങളാണ് അശൂർ എന്ന് പറയുന്ന പഴയ രാജ്യം. മിസ്രൈമിൽ എന്ന് പറയുന്ന ഈസ്റ്റ് ഓഫ് നൈൽ റിവർ. അടുത്തത് വരുന്നത് പത്രോസിൽ നിന്ന് അപ്പർ ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഭാഗം പറയുന്നത്. കൂശ് എന്ന് പറഞ്ഞാൽ സുഡാൻ്റെ ഏരിയ. ഏലാമിൽ നിന്ന് പറഞ്ഞാൽ പഴയ ഏലാമാണ് ഇന്നത്തെ ഇറാൻ്റെ ഏരിയ. ഇറാഖൊക്കെ ആ ഭാഗത്ത് വരും. ഷീനാറിൽ നിന്ന് പറഞ്ഞാൽ ഇറാഖിൻ്റെ ഒരു ഭാഗമാണ്. ഇറാഖിൻ്റെ മൊസൂൾ എന്ന് പറയുന്ന പ്രദേശമാണ് ഷീനാർ. ഹാമാസ് എന്ന് പറയുന്ന സിറിയയിലാണ്, ദമസ്കസ് സിറിയ എന്നുള്ള ആ ഭാഗത്തു നിന്നാണ് ഈ പറയുന്നത്. ഇത്രയും ഭാഗത്ത് ചിതറിപ്പോയ ഇവർ തിരിച്ചു വരും. ഇത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വിവാദമായ വാക്യമുണ്ട്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവളെ അവിടെ കാക്കുവാൻ 1 കാലവും 2 കാലവും 1/2 കാലവും ദൈവത്തിന് പ്രസാദം തോന്നി. അത് കഴിഞ്ഞപ്പോൾ അവരെ മടക്കിക്കൊണ്ടുവരും. ആൻറ്റി ക്രൈസ്റ്റ് 3.5 വർഷത്തെ ഭരണം ഇസ്രയേലുമായിട്ടും ഇവിടെ പറയുന്ന 10 ജാതീയ രാജ്യങ്ങളുമായിട്ടൊക്കെ എഗ്രിമെൻ്റ് ചെയ്ത് ഒരു കോംപ്രമൈസിൽ ഭരണം നടത്തുമ്പോൾ 3.5 വർഷം വലിയ പ്രശ്നമില്ലാതെ പോകും. എന്നാൽ ഈ 3.5 വർഷം കഴിയുമ്പോൾ ഇവൻ്റെ പ്രതിമ വയ്ക്കുകയും ഇവൻ്റെ ഏകാധിപത്യ സ്വഭാവം തുടങ്ങുകയും സകല മനുഷ്യർക്കും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി, കാർഡോ എന്തെങ്കിലും, കാർഡല്ല, മനുഷ്യ ശരീരത്തിൽ അത് പ്രതിഫലിക്കത്തക്ക വണ്ണമുള്ള ഒരു മുദ്ര, അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 666 എന്ന് പറയുന്ന മുദ്ര ഏൽപ്പിക്കുകയും ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോയി യെരുശലേം ദേവാലയത്തിൽ BC 168 അന്ത്യോക്കസ് എപ്പിഫാനസ് പ്രതിമയെ സ്ഥാപിച്ചതുപോലെയും പന്നിയെ യാഗം കഴിച്ചതുപോലെയും ഇവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. അന്നാണ്
യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിൽ യഥാർത്ഥ യഹൂദന്മാർ അവർക്ക് മനസ്സിലാകും നമ്മൾ തെറ്റിപ്പോയല്ലോ, നമ്മൾ പാപത്തിലായല്ലോ, ഇതല്ലല്ലോ ഞങ്ങൾക്ക് വരാനിരുന്ന മശിക, വരാനിരുന്ന മശികയെ ഞങ്ങൾ ക്രൂശിച്ചല്ലോ AD 30-31. അപ്പോൾ അവർക്ക് അബദ്ധം മനസ്സിലാകും. അങ്ങനെ അവർ കുത്തിയവങ്കലേക്ക് തിരിയുമെന്ന് ബൈബിളിൽ വചനമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആൻറ്റിക്രൈസ്റ്റിൻ്റെ മുദ്രയേക്കാതെ, അവൻ്റെ ഏകാധിപത്യത്തിന് കീഴ്പ്പെടാതെ, അവനെ ലോഡെന്ന് വിളിച്ച് റോമൻ ചക്രവർത്തിമാർ ജൂലിയസ് സീസർ, ഓഗസ്തോസ് കൈസറൊക്കെ ലോഡായതുപോലെ അവനെ ദൈവമെന്ന് വിളിച്ച് ആരാധിക്കാൻ മനസ്സ് കാണിക്കാത്തവർ ഒരിക്കലും അവർക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ പല അടുത്ത രാജ്യങ്ങളിലേക്ക് ഓടിപ്പോകും. അവരൊക്കെ ഇതൊക്കെ എതിർ രാജ്യങ്ങളാണെങ്കിലും അവരിൽ ചിലരൊക്കെ ഇവർക്ക് അഭയം കൊടുക്കും. അതാണ് രണ്ടാമത്തെ കൈനീട്ട് എന്ന് പറഞ്ഞാൽ, ഹെർമഗദോൻ യുദ്ധം, 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ആൻറ്റിക്രൈസ്റ്റിനെയും കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞ ആളിനെയും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിവിടും. അപ്പോഴും സാത്താൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. പിന്നാണ് സാത്താനെ ചങ്ങലക്കിടുന്ന 1000 വർഷത്തേക്ക്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1000 ആണ്ട് വാഴ്ചയുടെ തുടക്കത്തിൽ ഇങ്ങനെ ചിതറിപ്പോയി ദൈവത്തിനു വേണ്ടി ധൈര്യത്തോടെ നിന്ന് ആൻറ്റിക്രൈസ്റ്റിൻ്റെ മുദ്രയേക്കാതെ ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കാൻ ഞാൻ 2-ാം പ്രാവശ്യവും കൈനീട്ടും. അത് ഡെഫിനിഷൻ തന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ട് എവിടുന്നൊക്കെയാണ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. 8 സ്ഥലങ്ങളിൽ നിന്നാണ്. ഹാമാത്ത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് ദ്വീപുകളിൽ നിന്നും പറയുന്നുണ്ട്. കാരണം മധ്യധരണിക്കടലിലുള്ള ക്രീറ്റ് ദ്വീപ്, ക്രേത്ത ദ്വീപ്, മെലിത്ത ദ്വീപ്, ഇങ്ങനെയുള്ള ദ്വീപുകളിലേക്ക് ഇവർ കുറേ പേര് രക്ഷപ്പെടാൻ ഓടിപ്പോകും ആ കാലത്ത്. കാരണം ഹിറ്റ്ലറെക്കാട്ടിലും ഭയങ്കര ഭീകരമായ, ഈ ലോകത്തിൽ ഇതുവരെയും വരാത്ത, ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ ലോകത്തിൽ ഇതുവരെയും ഉണ്ടാകാത്ത കഷ്ടം, ആ കഷ്ടത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലും നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേൽ പ്രവചനത്തിലും എല്ലാം നമുക്ക് ആ ഭാഗങ്ങൾ കാണാം. ലോകത്തിൽ ഇതുവരെയും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു കഷ്ടം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർ തുണനിന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതയുണ്ടാകും. ഈ കഷ്ടതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് പറയുന്നുണ്ട്. ആ കഷ്ടത്തിൽ സഭ പ്രവേശിക്കാതെ നിന്നെ കാക്കുമെന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. ഈ കഷ്ടത ആൻറ്റിക്രൈസ്റ്റിൻ്റെ കാലത്ത് 2-ാം പദം 3.5 വർഷത്തിലാണ് ഉണ്ടാകുന്നത്. അത് സഹിക്കാൻ വയ്യാതെ അന്നത്തെ ഇസ്രയേൽ ജനം അവിടുന്ന് ഓടിപ്പോകും. ഞാൻ ഒരു സംഭവം പറയാം. ഇസ്രയേലിൽ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. റെയിൽവേ മിനിസ്റ്റർ, ഞാൻ പേര് മറന്നുപോയി. അന്ന് ഞാൻ ആ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനോരമയിൽ വന്നതാണ് എൻ്റെ ഓർമ്മ. ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ വാർത്ത ഇപ്പോൾ ഇവിടെ കാണിക്കാം. അദ്ദേഹത്തിനെ അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിയാക്കി. അദ്ദേഹം കയറി കഴിഞ്ഞോടെ ആദ്യം ഒരു ഡിസിഷൻ അദ്ദേഹം പറഞ്ഞു, റെയിൽവേ ശബത്ത് ദിവസം ഓടിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ ശരിയാണ്. കാരണം ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്, ശബത്ത് ദിവസം നിങ്ങൾ സാമാന്യ വേലയൊന്നും ചെയ്യരുത്, നിങ്ങൾ സ്വസ്ഥമായിരിക്കണം, 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം നിങ്ങൾ സ്വസ്ഥമായിരിക്കണം. ആ വചനം അനുസരിക്കുന്ന ഒരു യഥാർത്ഥ യഹൂദന് ശബത്ത് ദിവസം വെറുതെ ഇരുന്നേ പറ്റും. അവർ നിയമം വെച്ചിട്ടുണ്ട്. ഇവരുണ്ടാക്കിയ നിയമമാണ് 1200 മീറ്ററിൽ കൂടുതൽ ഇവർ ശബത്ത് ദിവസം നടക്കല്ലേ. ചില നിബന്ധനകളുണ്ട്. അത് 3 കിലോമീറ്റർ വരെ മാക്സിമം ആകാം. അങ്ങനെയൊക്കെ ചില വ്യവസ്ഥകളുണ്ട്. അതൊക്കെ ഇവരുടെ നിയമങ്ങളാണ്. മോശയും അവരൊക്കെ പിന്നെ ചില നിയമങ്ങൾ ഇവർക്ക് എഴുതി ചേർത്തു അവരുടേതായ. ഞാൻ പറഞ്ഞല്ലോ 248 കൽപ്പനകളും 365 ഉപദേശങ്ങളും 1520 ഉപനിയമങ്ങളുമാണ് ഇവർക്ക് പഴയ നിയമത്തിലുള്ളത്. അപ്പോൾ അതിലെ ചില ഉപനിയമങ്ങളിൽ മോശ അങ്ങനെയാണ് വിവാഹം. ആദ്യം ഒരു ഭാര്യ ഉണ്ടെങ്കിലും വേണമെങ്കിൽ 2ാമതൊന്നുകൂടെ കഴിക്കാം, 3ാമതൊന്നുകൂടെ കഴിക്കാം, 4ാമതും 5ാമതും കഴിക്കാം എന്നൊക്കെ വരുന്നത് അവർ നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് ഇവർ ചെന്ന് പ്രഷർ ചെയ്ത് മോശമൊക്കെ വീടിച്ച്, അപ്പം അങ്ങനെ അവരും ചിലത് വീണുപോയി. അങ്ങനെ വന്ന ചില കൽപ്പനകളാണ് എന്ന് പറഞ്ഞ പോലെ ഈ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ക്യാബിനറ്റിൽ പ്രശ്നമായി. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ മിനിസ്റ്റർ സ്ഥാനമൊന്നും വേണ്ട,
എനിക്ക് വേണ്ടതിന് ദൈവത്തിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ള. സോ ഞാൻ രാജിവെക്കുന്നും പറഞ്ഞ് അദ്ദേഹം അന്ന് റിസൈൻ ചെയ്തു. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വാർത്തയാണ്. നമ്മളെപ്പോലുള്ളവരാന്നെ ഇന്ന് പലതും കോംപ്രമൈസ് ചെയ്യും. അവസാനം എന്നോട് പലരും പറയുന്നത്, അച്ഛാ ഇനിയുള്ള കാലമൊന്നും അങ്ങനെയൊന്നും നോക്കിയാൽ പറ്റത്തില്ല, അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ പോയി പറ്റുന്ന പോലെ അങ്ങ് ആരാധിച്ചു പോക്കോണം, അതേ നടക്കത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ പോലും പലരും പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ഫോളോ ചെയ്ത് പല നാമധേയ സഭയും വിട്ട് നമ്മൾ വെളിയിലേക്ക് വന്നിട്ട് ഈ കോംപ്രമൈസ് ചെയ്യാനാണെങ്കിൽ പിന്നെ അവിടെ നിന്നങ്ങ് ചെയ്താൽ പോരായിരുന്നു. അപ്പം ഞങ്ങളെപ്പോലുള്ളവർക്ക്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ചിന്താഗതിക്കാർക്ക് ഞങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ കടുംപിടുത്തക്കാരാ, ഭീകരവാദികളാ എന്നൊക്കെയാണ് പറയുന്നത്. ഓർത്തഡോക്സ് വിശ്വാസമുള്ളവരാ. പക്ഷെ നമ്മൾ കണ്ട വചനപ്രകാരം നമുക്ക് വേർപെട്ട് വചനവിരുദ്ധത എവിടെ കാണുന്നോ അവരിൽ നിന്നും വിട്ടു മാറുകയേ പറ്റത്തുള്ളതാണ്. ദൈവമേ, അങ്ങ് വെറുക്കുന്നവരെ ഞങ്ങളും വെറുക്കേണ്ടതല്ലയോ? അതുപോലെ കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ പാപം ചെയ്താൽ നിങ്ങൾ അവനോട് സംസർഗമരുത്, അവൻ്റെ കൂടെ വെള്ളം കുടിക്കല്ല, ആഹാരം കഴിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് അവനെ ശത്രുവായിട്ടൊന്നും കാണണ്ട. പക്ഷെ അങ്ങനെയുള്ളവരോട്, സഹോദരൻ എന്ന് പറഞ്ഞാൽ ദൈവ പൈതലായി തീർന്നിട്ട് നിരന്തരം പാപത്തിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തിട്ട് തെറ്റാന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഓക്കെ, എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറയുന്നവരൊക്കെ, പക്ഷെ അല്ലാത്തവരോട് സംസർഗമരുതെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം 2 പ്രാവശ്യം ഇവരെ കൂട്ടിച്ചേർക്കാൻ കൈ നീട്ടുന്നുണ്ട്. എസെക്കിയേൽ 36:24, ഞാൻ നിങ്ങളെ ജാതികളുടെ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും കൂട്ടിയും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു. അങ്ങനെയാണ് 1948 മെയ് മാസം ഇവരെ തിരിച്ചു വരുന്നത്. ഇവർക്ക് രാജ്യം കിട്ടുന്നതല്ല, ഇത് മാനുഷികമായ ചിന്തയിൽ നടന്നൊന്നുമല്ല, ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. അപ്പോസ്തലപ്രവൃത്തിയിലെ 3:21 വരുമ്പോൾ, ഹി മസ്റ്റ് റിമൈൻ ഇൻ ഹെവൻ അൻറ്റിൽ ദി ടൈം കംസ് ഫോർ ഗോഡ് ടു റീസ്റ്റോർ എവരിത്തിങ് ആസ് ഹി പ്രോമിസ്ഡ് ലോങ് എഗോ. അവിടെ പറഞ്ഞ യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലം വരും. പത്രോസിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഈ ഭാഗം വരുന്നത്. ഇവരെ കൂട്ടിച്ചേർക്കുമെന്നുള്ളത് വ്യക്തമായിട്ടും ദൈവം പറയുകയാണ്. ഇവരെ മടക്കി കൊണ്ടുവരും, ഇവർ മടക്കി വന്നേ പറ്റുള്ളൂ എന്ന് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. ആ പദ്ധതി പ്രകാരമാണ് ഇവർ തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് 1948 മെയ് മാസം 14-ാം തീയതി ഇവർക്ക് രാഷ്ട്രമായി കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഓർക്കണമേ, ഈ ദൈവവചനത്തിൽ ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ 10 ജാതികളാകുന്ന ഈ രാജ്യക്കാര് ഇവരെ മുടിച്ചു കളയണം, ഇവർ ഭൂമുഖത്തുണ്ടാകല്ല് എന്ന് പറയുന്ന, അതാരാ പറയുന്നത്? ഈ അബ്രഹാമിൻ്റെ മക്കളാകുന്ന അബ്രഹാമിൻ്റെ മകൻ ഇസാക്ക്, യാക്കോബിൻ്റെ 12 ഗോത്രങ്ങൾ, അവരുടെ കസിൻസാ, ഫസ്റ്റ് കസിൻസാ. ഇസ്മായേൽ എന്ന് പറയുന്നത് ഇസഹാക്കിൻ്റെ കസിനാ, അല്ലെ ചേട്ടന് മന്യനോ, അവർ ബ്രദേഴ്സാ. അതുപോലെ അമാലേക്ക്, ഈ പറഞ്ഞ ജാതി അമാലേക്ക്, അതുപോലെ മോബാബ്, അമോന്യര്, ഹഗ്ഗര്, ഇവരെല്ലാം വരുന്ന ഈ കസിൻ വർഗത്തിൽ നിന്നാണ്. ഇവർ തമ്മിലാണ് ഈ ഭിന്നത വന്നിരിക്കുന്നത്. വിളിച്ചു വേർതിരിച്ച ദൈവദാസന്മാരെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ ജാതീയ മക്കളാണ് ഇവരെല്ലാം. അതൊരു മർമ്മമാണ്. വിളിക്കുന്ന ദൈവമക്കളെ, നിൽക്കുന്ന ദൈവമക്കളെ നമ്മളെല്ലാവരും വ്യവസ്ഥ വിട്ട് പോകാതിരിക്കാൻ നോക്കിക്കോണം. അല്ലെങ്കിൽ അത് ദൈവസഭയ്ക്കും ദൈവത്തിനും പ്രയാസമായിട്ട് വരും എന്നൊരു മർമ്മമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇവരെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇതിനെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും ലൂക്കോസ് 21-ലും കർത്താവ് എന്നാണ് അങ്ങ് രാജ്യം സ്ഥാപിച്ചു തരുന്നതെന്ന് ഇവർ ചോദിക്കുമ്പോൾ, ശിഷ്യഗണങ്ങൾ ചോദിക്കുമ്പോൾ, യേശു ക്രിസ്തു കുറേ ലക്ഷണം പറഞ്ഞു. എൻ്റെ കണക്കൂട്ടിൽ ഞാനിവിടെ 14 ലക്ഷണങ്ങളാണ് മത്തായി 24 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 14 ലക്ഷണങ്ങളിലെ ഒരു ലക്ഷണമാണ് ലൂക്കോസ് 21-29 അത്തി മുതലായ വൃക്ഷങ്ങൾ എന്നാണ് അവിടെ പറയുന്നത്. അതേസമയം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും അത്തിയെ നോക്കി ഒരു ഉപമ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കൊമ്പുകൾ തളിർക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം വേനൽ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതിൻ്റെ മറ്റൊരു വേർഷനാണ്, അല്ലെ ഭാഗമാണ് ലൂക്കോസ് 21-29 അത്തി മുതലായ വൃക്ഷങ്ങൾ. അവിടെ മുതലായ എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. അതേസമയം മത്തായിൽ ആ പദം വന്നിട്ടില്ല.
അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഇതൊക്കെ പല ആംഗിളിൽ കൂടെ നമ്മൾ പഠിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം യേശുവിൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദാസ്യത്വത്തെ കാണിക്കുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്നു, യോഹന്നാൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്നു. അതിനൊരു 1-2 തെളിവ് വേണേൽ പറയാം. യേശുക്രിസ്തുവിൻ്റെ വംശാവലി പറയുമ്പോൾ അത് അബ്രഹാമിൽ കൊണ്ട് നിർത്തുകയാണ്. കാരണം ജാതീയ രാജാക്കന്മാരെ ജയിച്ചു വന്ന രാജാവായ അബ്രഹാമിൻ്റെ കൊച്ചുമകൻ്റെ വംശത്തിലാണ് യേശുക്രിസ്തു വരുന്നതെന്ന് അവിടെ പറയുന്നത്. അതേസമയം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദാസ്യത്വമാണ് കാണിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദാസ്യത്വമാണ്. അപ്പോൾ അതിനകത്ത് വംശാവലിയില്ല. കാരണം ദാസൻ്റെ വംശാവലി ആരും കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വംശം പറയുന്നുണ്ട്. മനുഷ്യജന്മം എടുത്ത് മാനവജാതിക്ക് വേണ്ടി ബലിയാകാൻ വേണ്ടി വന്ന യേശുക്രിസ്തു, നമുക്ക് വേണ്ടി രക്തം ചൊരിയാൻ വന്ന യേശുക്രിസ്തുവിൻ്റെ മനുഷ്യവംശത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് ആദാം ദൈവത്തിൻ്റെ മകനെന്നാണ്. അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അതൊക്കെ വേറെ സബ്ജക്റ്റിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതാണ്. ആദാം ദൈവത്തിൻ്റെ മകനെന്നാണ് ലൂക്കോസിൽ പറയുന്നത്. കാരണം മനുഷ്യനാകുമ്പോൾ അവന് വംശാവലി വരും. യോഹന്നാൻ്റെ സുവിശേഷത്തിന് വംശാവലിയില്ല. എന്താ കാര്യം? കാരണം ദൈവത്തിന് വംശാവലി പറയേണ്ട കാര്യമില്ല. കാരണം യോഹന്നാൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദൈവത്വത്തെയാണ് പ്രകടമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊള്ളണം വേനൽ അടുത്തിരിക്കുന്നു എന്ന്. 56 രാജ്യങ്ങളാണ് ഈ 1940 മുതൽ 50 വരെ ഉള്ള കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നത്. 56 രാജ്യങ്ങളാണ്. ഇസ്രയേൽ 1948, ഇന്ത്യ 1947, ചൈന 1949, ഈജിപ്റ്റ് 1922, ജോർദാൻ 1946, സിറിയ 1941, അങ്ങനെ അനേക രാജ്യങ്ങൾ, 56 രാജ്യങ്ങൾ. ഞാൻ അതിൻ്റെ എവിഡൻസ് ഇട്ട് തരാം. AD 1940 to 1950 കാലഘട്ടത്തിനിടയിൽ സ്വാതന്ത്ര്യം പറയുക. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധാത്മ, നിങ്ങൾ ഈ ഒരു വാക്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നവർ ഏറ്റെടുത്തിട്ട് ദൈവത്തെ സ്തുതിച്ചോണം, ഈ ദൈവത്തിൽ വിശ്വസിച്ചോണം. ഇവിടെ പറയുന്നത് അത്തി മുതലായ വൃക്ഷങ്ങൾ. ഇവിടെ വൃക്ഷത്തെ രാജ്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തി മുതലായ വൃക്ഷങ്ങളിൽ പെടും ഈ 56 രാജ്യങ്ങൾ. കാരണം ഈ കാലഘട്ടത്തിൽ അനേക രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. അതിലൊരു രാജ്യമാകുന്ന ആണ് അത്തിയാകുന്ന ഇസ്രയേലും അല്ലെ സ്വാതന്ത്ര്യം പ്രാപിക്കും. അങ്ങനെ ഇസ്രയേൽ 1948 സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇവരെ ചിതറിക്കാൻ പല കാരണങ്ങളുണ്ട്. മെയിൻ കാരണം അവർ ഏകദൈവ വിശ്വാസം വിട്ട് വിഗ്രഹാരാധനയിലും മറ്റും പോയി. അതുമാത്രമല്ല, യേശുവിനെ ക്രൂശിക്കാൻ യഹൂദന്മാരിൽ ചിലർ കൂട്ടുനിന്നു. അപ്പോൾ ആ യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്നവരെ ആ പീലാത്തോസിൻ്റെ വിസ്താര സമയത്ത് യേശുവിനോട് പറയുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നിവർ പറയുന്നുണ്ട്. അവർ പറഞ്ഞ അതേ വാക്കിന് ദൈവം അവർക്ക് മറുപടി കൊടുത്തു. ഇവരെ ചിതറിച്ചു. 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഇവരെ ഹിറ്റ്ലർ പീഡിപ്പിച്ചതും ലോകം മുഴുവൻ ഇവരെ പീഡിപ്പിച്ചതും എവിടൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയെന്നും 80 ലക്ഷത്തോളം പേരെ ഗ്യാസ് ചേമ്പറിൽ കൂടെ കടത്തിവിട്ട് കൊന്നതും അത് കൊല്ലാൻ കൂട്ടുനിന്ന ഹിറ്റ്ലറെ ആത്മഹത്യ ചെയ്തു. എന്നാൽ ഐക്യുമാൻ എന്ന് പറയുന്ന അദ്ദേഹം 60 ലക്ഷത്തിൽ ആൾക്കാരെ ഗ്യാസ് ചേമ്പറിൽ കൂടെ കൊന്നാണ്. അദ്ദേഹം അർജന്റീനയിലേക്ക് അവസാനം രക്ഷപ്പെടുകയായിരുന്നു. മൊസാദ് നാടകീയമായിട്ട് പോയി ഈ അർജന്റീനയിൽ ചെന്ന് ഒരു ഫ്ലൈറ്റിലാണ് അവർ ചെല്ലുന്നത്. ഈ ഐക്യുമാനെ പിടിച്ച് ഇസ്രയേലിലേക്ക് ഇവർ കൊണ്ടുപോവാണ്. അദ്ദേഹത്തെ ഈ 2-3 മൊസാദ് ഏജന്റുമാർ കൂടി പ്ലെയിനിൽ കയറ്റി ഇവരെ കൊണ്ടുപോകണം. ആ കാലത്ത് ഇത്രയും ചെക്കപ്പൊന്നുമില്ല, എങ്കിലും മൊസാദാണ് അവർ പ്ലാൻ ചെയ്ത് ഇദ്ദേഹം സുഖമില്ലെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ മയക്കിക്കൊണ്ട് അത് ആ സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് വിശദമായിട്ട് കേൾക്കേണ്ടതാണ്. ഞാൻ ഈ എപ്പിസോഡിൽ വിശദമായിട്ട് പറയാൻ സമയമില്ലല്ലോ. അങ്ങനെ അവിടുത്തെ കോടതി, ഇസ്രയേൽ കോടതി 1962 മെയ് മാസം 20-ാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുക. ഈ ഐക്യുമാനെ. കാരണം ഹിറ്റ്ലർ സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാമുകിയാകുന്ന ഈവ ബ്രൗണുമായിട്ട് ചേർന്ന് സൈനൈഡ് കഴിച്ചിട്ട് അവസാനം പിസ്റ്റൽ കൊണ്ട് തലയ്ക്ക് വെടിവെച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ ഇവരെ ദൈവം വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്. ആ കൂട്ടിച്ചേർക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്
എസെക്കിയേൽ പ്രവചനം 37 അധ്യായത്തിൻ്റെ 3 വാക്യം ഞാൻ വായിക്കാം. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവെ, നീ അറിയുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഇവിടെ 4 പദങ്ങൾ പറയുന്നുണ്ട്, അതൊന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഞാൻ നിങ്ങളുടെ മേൽ നരമ്പ് വയ്ക്കും, രണ്ടാമത് മാംസം പിടിപ്പിക്കും, മൂന്നാമത് തൊക്കുകൊണ്ട് പൊതി. ഈ 3 പദങ്ങൾ നമ്മൾ പിന്നീട് വിവരിക്കാം, അടുത്ത എപ്പിസോഡുകൾ വിവരിക്കാം. അങ്ങനെ ഇസ്രയേലിനെ ഈ AD 70 ചിതറിയവരെ 1948 2ാം ലോകമഹായുദ്ധം ദൈവം, അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാ, നടന്നു. അതിനെക്കുറിച്ചാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. ഈ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഴക്കം കേൾക്കുക. പക്ഷെ അന്നല്ല ഈ മുഴക്കം നടന്നത്. അത് 1914 to 19 ഈ മുഴക്കം നടന്നത്. 2ാം ലോകമഹായുദ്ധമാണ്. ഉടനെ എന്ന് വെച്ചാൽ ഒരു 20 years കഴിഞ്ഞപ്പോൾ 1939 to 45 2ാം ലോകമഹായുദ്ധം നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആരാണ് ഈ അസ്ഥികൾ? അതിൻ്റെ 11-ാം വാക്യത്തിലുണ്ട്. എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രയേൽ ഗ്രഹമൊക്കെയുമാകുന്നു. അപ്പോൾ ഇവർ ചിതറിപ്പോയി. AD 70 1948 ഇവർ തിരിച്ചു വന്നു. 1948 ഇവർ തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 1880 വർഷമൊക്കെ കഴിഞ്ഞ ഏകദേശം ഇവർ തിരിച്ചു വരുന്നത്. ഈ 1800 വർഷം കൊണ്ടാണ് ഇസ്രയേലിൻ്റെ ദേശം ഈ പലസ്തീൻകാർ കൈയടക്കിയത്. ഈ കാലഘട്ടത്തിൽ ഇവർ ചിതറിപ്പോയ കാലഘട്ടത്തിൽ അങ്ങ് മൊത്തം കൈയടക്കി. അതാണ് അവരിപ്പോൾ അവകാശം പറയുന്നത്. ഇവരുടെ ദേശമായിരുന്നിത്, ഇവരുടെ ദേവാലയങ്ങളെല്ലാം നിലനിന്ന സ്ഥലമായിരുന്നിത്. അവിടെയാണ് ഇവരിത് കൈയടക്കിയത്. അപ്പോൾ ദൈവം ഇവരെ ചിതറിക്കുന്നു. ഇവരെ ലോകത്തിൻ്റെ ഹിറ്റ്ലറിൻ്റെ കാലത്തും കോൺസെൻട്രേഷൻ ക്യാമ്പ്, ഞാൻ അതിൻ്റെ എല്ലാം പിക്ചറുകളിടാം. ഇവർ അനേക സ്ഥലങ്ങളിൽ, ഇവർ റഷ്യയിലൊക്കെ പീഡിപ്പിക്കപ്പെട്ടു. അനേക രാജ്യങ്ങളിൽ ഇവർ പീഡിപ്പിക്കപ്പെട്ടു. അതിൽ ഹിറ്റ്ലറുടെ കാലത്ത് മോസ്റ്റ്ലി ഉണ്ടായി. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ളവർക്കാണ് പീഡയില്ലാതിരുന്നത്. ഇന്ത്യയിലും വലിയ പീഡയൊന്നുമില്ലായിരുന്നു. എന്നാലും അവർക്ക് ഒത്തിരി വളർന്നു വരുവാൻ അവർ കഴിഞ്ഞില്ല. എന്നാൽ അനേക രാജ്യങ്ങളിൽ പോയി ദൈവം ഇവർക്ക് ബുദ്ധി കൊടുത്തത് കൊണ്ട് ഇവർ വളർന്നു വന്നു. അങ്ങനെ ഇവർ മടങ്ങി വരികയാണ് 1948 അല്ലെങ്കിൽ 2ാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ. ഈ 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും അതിനുശേഷം 1948 ശേഷം ഇങ്ങോട്ട് നടന്ന 7 പ്രധാന ഇസ്രയേൽ യുദ്ധങ്ങളും എല്ലാം ബൈബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് കൂട്ടുകൂടി ജാതികളായിട്ട് വന്ന്, വരുവീൻ, നാം ഇസ്രയേൽ ഒരു ജാതി അല്ലാതെ വണ്ണം അവരെ മുടിച്ചു കളക എന്ന് 83-ാം സങ്കീർത്തനത്തിൽ പറയുന്നതിൻ്റെ പല പദ അർത്ഥങ്ങളിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം അതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് വരുന്നത്. 7 എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പൂർണ്ണത സംഖ്യ. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അത് മാത്രമല്ല, ഞാൻ 3-ാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, ഇത് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നടന്ന സംഭവങ്ങളുടെ പൊരുളായിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഹാമാനെ തൂക്കിയ ഏതാണ്ട് അതേ ദിവസം തന്നെ അലി ഖൊമേനിയെയും അവർ എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് മാർച്ച് 2-നായിരുന്നു എസ്തേറിൻ്റെ കാലത്തുണ്ടായ വിടുതലിൻ്റെ ഉത്സവമായ പൂരീം പെരുന്നാൾ ആഘോഷിക്കുന്നത്. അത് മാർച്ച് 2-നാണ് ഈ വർഷം 2026 ആഘോഷിക്കുന്നത്. അതിനു മുൻപാണ് അലി ഖൊമേനി ഇവിടുന്ന് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡായിട്ടും എല്ലാം കൃത്യമായിട്ടും ദൈവം നടത്തുകയാണ്. ഈ കാര്യങ്ങൾ മുഴുവൻ ബൈബിളിലുള്ള കാര്യങ്ങളാണ്. ഇത് പോകുന്നത് എവിടേക്കെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ അവസാനിക്കുന്നു എന്നുള്ളത്. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്കുള്ള വാക്യം വായിച്ച് ഞാൻ ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങളോ ഇസ്രയേൽ പർവ്വങ്ങളെ, എൻ്റെ ജനമായ ഇസ്രയേൽ വരുവാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് കൊമ്പുകളെ നീട്ടി ഫലം കായ്പി. ദൈവം പദ്ധതിയിട്ട് ഇവരെ 1-ാം പ്രാവശ്യത്തെ കൈനീട്ടിൽ വിളിച്ച് 2ാം ലോകമഹായുദ്ധം ദൈവത്തിൻ്റെ വചനപ്രകാരം നടത്തി. തുർക്കിയുടെ കയ്യിൽ നിന്നും ആ സ്ഥലം ആദ്യം 1-ാം ലോകമഹായുദ്ധകാലത്ത് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലെത്തുന്നു. അവിടെ നിന്ന് 2ാം ലോകമഹായുദ്ധത്തോടുകൂടി അത് ഇസ്രയേൽ കൈമാറുന്നു.
അങ്ങനെ ഒന്നാമത്തെ കൈനീട്ട്, അങ്ങനെ ആ കൈനീട്ടിൽ ഇസ്രയേൽ ജനത്തെ അവർ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. എന്തിന്? അവരിനിയും കുറേ നാൾ അവർക്ക് ഇനിയും ഒരു ഉപദ്രവം ഉണ്ടാകില്ല, ഇനിയും ഒരു ചെതറീലുണ്ടാകില്ല. അവർക്കൊരു ചെതറീലുകൂടുണ്ട്, അത് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷമേ ഉള്ളൂ. അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ രണ്ടാം പദം കഴിഞ്ഞുള്ള പീഡ വരുമ്പോഴേ അവർ ചിതറിക്കപ്പെടുകയുള്ളൂ. അവർ പേടിച്ചോടുന്നതാണ്, അവരോടും. എന്നാൽ അവരെ വീണ്ടും 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് അവരെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഞാൻ രണ്ടാം പ്രാവശ്യവും കൈനീട്ടും. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ.